സുഹൃത്തുക്കളെ, കേരളത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടി മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവരാണ്. കാണൂ നിങ്ങൾ അവരെ. ഇത് നിങ്ങൾ ഇവരെ കാണൂ. ഇവരെ നിങ്ങൾ കാണണം. ഇത് ജാൻമണി. കഴിഞ്ഞ ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു ട്രാൻസ്ജെൻഡർ ആണ് ജാൻമണി. ഇവരുടെ സംസാരത്തിന്റെ പേരിൽ, ഇവരുടെ സ്ലാങ്ങിന്റെ പേരിൽ, ഇവർ ട്രാൻസ്ജെൻഡർ ആയതിന്റെ പേരിൽ കേരളത്തിൽ ഇവരെ അപമാനിക്കാത്ത ഒരാൾ പോലുമില്ല. എന്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ കാണില്ല കേട്ടോ. ഇവരെ അപമാനിക്കുന്ന ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. എന്റെ ചാനലിൽ നോക്കിക്കോളൂ, തപ്പിപ്പിടിച്ചു കൊണ്ടുപോവാ. ഇവരപമാനിക്കാത്ത എത്ര പേരുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ. അതിൽ ഞാനുണ്ട്. ഇവരപമാനിച്ചിട്ടില്ല. പക്ഷേ അപമാനിച്ചിട്ടുണ്ട് പല ആളുകളും. അവർക്കൊക്കെ കൂടി മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. കാരണം ഇവർ നടക്കുന്നത് എവിടെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേ? എവിടെയാണ്? ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദറിൽ ഇവർ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുമ്പോൾ ഒപ്പമുള്ള ആരോ എടുത്തൊരു വീഡിയോ ആണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ പറയുന്ന വാക്കുകൾ കേട്ടോളൂ. നോക്കൂ, ട്രാൻസ്ജെൻഡർ ആണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരം ആളുകളോടൊക്കെ ദേഷ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരെ സംസാരത്തെ കളിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കാണാം. നോക്കൂ, ഇവരോട് ചോദ്യം കേൾക്ക്. കേരളത്തിൽ BJP വരണമെന്ന് ആഗ്രഹിക്കുന്നു. അയ്യോ വേണ്ട, അത് BJP കേരളത്തിൽ വേണ്ട. നമ്മുടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എനിക്ക് BJP കൂടെ പ്രശ്നമില്ല, അതിന്റെ ആൾക്കാരുടെ കൂടെ എനിക്ക് ഐ ഡോണ്ട് വാണ്ട് BJP. കണ്ടില്ലേ, ഇവരൊരിക്കൽ പറഞ്ഞ ഇവരുടെ നയം തന്നെ, ഇവരെ ആശയാണ് BJP ഈ കേരളത്തിൽ വരണ്ട എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് അത്ര മറുപടിയൊക്കെ പറഞ്ഞ സമയത്താണ് ഇവര് ഈ ഒരു പ്രതിഷേധ പരിപാടിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് അവരോടുള്ള ബഹുമാനം കൂടുകയല്ലാതെ ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല. എനിക്ക് അപാരമായിട്ടുള്ള ബഹുമാനം തോന്നിപ്പോയി. എനിക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകളോട് ഭയങ്കര ബഹുമാനമുണ്ട്. അവരുടെ ജീവിതം ഒരു സ്ട്രഗിളാണ്, വല്ലാത്തൊരു സ്ട്രഗിളാണ്. അതിനിടയ്ക്ക് ആ കുട്ടികളോടൊപ്പം ഞാനും വേണമെന്നുള്ളൊരു തോന്നലുള്ളിലുണ്ടായില്ലേ, അല്ലേ? എനിക്കൊക്കെ ഇങ്ങനെ പ്രതികരിക്കാനേ കഴിയുന്നുള്ളൂ. അങ്ങനെ തോന്നലുണ്ടാവുകയും അവിടെ പോവുകയും അവരോടൊപ്പം നിൽക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തില്ലേ? ഇവരൊക്കെ നമ്മൾ കൈകൂപ്പി തൊഴണ്ടേ? ഇവിടെ എത്ര പേരുണ്ടോ നമ്മുടെ നാട്ടിൽ ചരക്കാനായിട്ട് നടക്കുന്നത്? എത്ര ഉണ്ട്? പല ഷോകളിലും വലിയ ആളുകളായിട്ട് നടക്കുന്ന ഒരുപാടെണ്ണല്ലേ. ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ അവിടെ കണ്ടുവോ? ഇല്ലല്ലോ. സോഷ്യൽ മീഡിയയിലും സീരിയലുകളിലും സിനിമകളിലും രാഷ്ട്രീയത്തിലും വലിയ പേരും പ്രശസ്തിയുമായി നടക്കുന്ന എത്ര പേരുണ്ട്. പക്ഷേ ജാൻമണിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അഭിമാനം തോന്നുന്നു. സത്യം പറഞ്ഞ ജാൻമണി എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ജെൻഡർ, ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് അഭിമാനം തോന്നുന്നു. 100% നമുക്ക് അത് തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും അവർ അത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ അവർക്കെല്ലാം കൂടി വേണ്ടി ആ പാവം ട്രാൻസ്ജെൻഡറിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട്, അഭിവാദ്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബൈ.